ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷുർ സേമിയ മലയാളം. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീക്ക് തൊട്ട് നമ്മൾ ബിഗ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, MCQസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിജയവാഡ ചാപ്റ്റർ ഇട്ടിട്ടുള്ള നമ്മുടെ സൈറ്റിൽ പ്രൊവൈഡ് ആയിട്ടുള്ള MCQസിൽ നിന്ന്, അതായത് ആ ബിഗ് ക്വസ്റ്റ്യനിൽ നിന്നും ഡെയിലി നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും കുറച്ചായിട്ട് നമ്മൾ MCQസ് ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പേപ്പർ 9 ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലെ ബിഗ് ക്വസ്റ്റ്യൻസ്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു 50 എണ്ണം ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഈ ഒരു വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ബിഗ് ക്വസ്റ്റ്യനും കൂടെ വായിച്ച് നോക്കുക. മൊബൈലിൽ മാക്സിമം വായിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ഉള്ളവർ അതിനകത്ത് കൂടുതൽ വായിക്കാൻ നോക്കുക. കാരണം നമ്മൾ ഓൺലൈനായിട്ട് എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ് ആ സമയത്ത് മാറാനായിട്ട്, മൊബൈലിൽ നോക്കുമ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യനൊക്കെ നോക്കുമ്പോൾ നമുക്ക് മടുക്കും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു കുട്ടി ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഈ ഒരു ബിഗ് ക്വസ്റ്റ്യനിൽ സിലബസിലുള്ളതും ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏറെക്കുറെ ഈ ഒരു ക്വസ്റ്റ്യൻസും പിന്നെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുന്നുണ്ടല്ലോ, അതിനകത്ത് MCQസും പിന്നെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ആ ടെക്സ്റ്റിൻ്റെ ഏറ്റവും അവസാനം കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അത്രയും നോക്കിയാൽ തന്നെ ഒരുവിധം ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ MCQ സെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ അത്ര വലിയ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, out of the following trends in production or operation management, which one is sometimes called as agile manufacturing? ഏജിൽ മാനുഫാക്ചറിംഗ് താഴെ പറയുന്ന എന്തിനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? ഏത് പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ? ഓപ്ഷൻ എ റീ എഞ്ചിനീയറിംഗ്, ഓപ്ഷൻ ബി സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഓപ്ഷൻ സി ലീൻ പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഏജിൽ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അനുസരിച്ച് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ ആ ഒരു ടൈമിൽ അവരുടെ ടൂൾസോ മെഷീൻസൊക്കെ പടപടേന്ന് നമുക്ക് മാറ്റാൻ സാധിക്കണം. സോ അതിനെയാണ് നമ്മൾ ഏജിൽ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. സോ ഏജിൽ മാനുഫാക്ചറിംഗിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ അഫക്റ്റിംഗ് കപ്പാസിറ്റി പ്ലാനിംഗ്, വിച്ച് വൺ ഈസ് ലെസ് കൺട്രോളബിൾ വൺ? താഴെ പറയുന്നതിൽ നിന്ന് കപ്പാസിറ്റി പ്ലാനിങ്ങിന് ഏറ്റവും ലെസ് കൺട്രോളബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മെഷീൻ ബ്രേക്ക് ഡൗൺ, ഓപ്ഷൻ ബി എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയിഡ്, ഓപ്ഷൻ സി ഫെസിലിറ്റീസ് ഇൻസ്റ്റോൾഡ്, ഓപ്ഷൻ ഡി ഷിഫ്റ്റ് ഓഫ് വർക്ക് പെർ ഡേ. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ലെസ് കൺട്രോളബിൾ ആയിട്ടുള്ളത് മെഷീൻ ബ്രേക്ക് ഡൗൺ ആണ്. മെഷീൻ ബ്രേക്ക് ഡൗൺ നമുക്ക് അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഒക്കെ കൊടുത്താലും ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. സോ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ലാത്തതുകൊണ്ട് ലെസ് കൺട്രോളബിൾ ആയിട്ടുള്ളത് മെഷീൻ ബ്രേക്ക് ഡൗൺ ആണ്. Third question, which of the following stages of product life cycle does attribute beginning of substantial increase in sales and profit? താഴെ പറയുന്ന ഏത് സ്റ്റേജിൽ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഏത് സ്റ്റേജിലാണ് ബിഗിനിങ്ങിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഇൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ ഇൻട്രൊഡക്ഷൻ, ഓപ്ഷൻ ബി ഗ്രോത്ത്, ഓപ്ഷൻ സി മെച്യൂരിറ്റി, ഓപ്ഷൻ ഡി ഡിക്ലൈൻ. ഇവിടെ നമുക്ക് സെയിൽസും പ്രോഫിറ്റും ഇൻക്രീസ് ആവുന്നത് എപ്പോഴും ഗ്രോത്ത് സ്റ്റേജിലായിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് ഫോർത്ത് വൺ നോക്കാം. വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഇൻഡെക്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി? താഴെ പറയുന്നതിൽ ഏതാണ് പ്രൊഡക്ടിവിറ്റിയുടെ ഇൻഡെക്സ് അല്ലാത്തത്? ഓപ്ഷൻ എ മാനവർ ഔട്ട്പുട്ട്, ഓപ്ഷൻ ബി പ്രൊഡക്ടിവിറ്റി റേഷ്യോ, ഓപ്ഷൻ സി TQM അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ഡി യൂസ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ്. ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ TQM ആണ്, ഓപ്ഷൻ സി. അതായത് പ്രൊഡക്ടിവിറ്റിയുടെ ഇൻഡെക്സ് ഒരിക്കലും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് അല്ല. അവിടെ നമ്മൾ എപ്പോഴും മാനവർ നോക്കാറുണ്ട്, പിന്നെന്താണ് പ്രൊഡക്ടിവിറ്റി റേഷ്യോസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്, പെർസെൻറ്റേജ് ഒക്കെ കണ്ടുപിടിക്കാറുണ്ട്, പിന്നെ ഫിനാൻഷ്യൽ റേഷ്യോയുടെ യൂസസും വരാറുണ്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റിയുടെ ഇൻഡെക്സ് അല്ല. ഫിഫ്ത്ത് വൺ, ദ ടൈം ബൈ വിച്ച് an activity can be rescheduled without affecting other activities preceding or succeeding is called as. അതായത് മറ്റൊരു ആക്ടിവിറ്റിയെ, അതായത് പ്രിസീഡിങ് ആക്ടിവിറ്റിയോ സക്സീഡിങ് ആക്ടിവിറ്റിയോ അഫക്റ്റ് ചെയ്യാതെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്ലാക്ക്, ഓപ്ഷൻ ബി ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്, ഓപ്ഷൻ സി ഫ്രീ ഫ്ലോട്ട്, ഓപ്ഷൻ ഡി ടോട്ടൽ ഫ്ലോട്ട്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടാണ് പ്രിസീഡിങ്ങോ സക്സീഡിങ് ആക്ടിവിറ്റീസിനെയോ അഫക്റ്റ് ചെയ്യാതെ റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ,
റിലയബിലിറ്റി ആൻഡ് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പെയർസ് ആർ ലെസ്. താഴെ പറയുന്ന ഏത് സ്പെയർസിനാണ് റിലയബിലിറ്റി ആൻഡ് പെർ യൂണിറ്റ് കോസ്റ്റ് ഏറ്റവും കുറവുള്ളത്? ഒന്ന്, ഓപ്ഷൻ എ റെഗുലർ സ്പെയർസ്, ഓപ്ഷൻ ബി ഇൻഷുറൻസ് സ്പെയർസ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ സ്പെയർസ്, ഓപ്ഷൻ ഡി റോട്ടബിൾ സ്പെയർസ്. ആൻസർ എപ്പോഴും റെഗുലർ സ്പെയർസ് ആണ്. കാരണം എപ്പോഴും നമ്മൾ റെഗുലറായിട്ട് സ്പെയർ വാങ്ങിക്കുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ടും പെർ യൂണിറ്റ് കോസ്റ്റ് എപ്പോഴും കുറവായിരിക്കും. സോ ഓപ്ഷൻ എ റെഗുലർ സ്പെയർസ് ആണ് ആൻസർ. ദെൻ 7th ക്വസ്റ്റ്യൻ, ദ ലീഡ് ടൈം ഈസ് ദ ടൈം. ലീഡ് ടൈം എന്താണെന്നാണ്. ഓപ്ഷൻ എ ടു പ്ലേസ് ഹോൾഡേഴ്സ് ഫോർ മെറ്റീരിയൽ, ഓപ്ഷൻ ബി ടൈം ഓഫ് റിസീവിംഗ് മെറ്റീരിയൽസ്, ഓപ്ഷൻ സി ടൈം ബിറ്റ്വീൻ റിസീപ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് യൂസിങ് മെറ്റീരിയൽ, ഓപ്ഷൻ ഡി ടൈം ബിറ്റ്വീൻ പ്ലേസിംഗ് ദി ഓർഡർ ആൻഡ് റിസീവിംഗ് ദി മെറ്റീരിയൽ. ലീഡ് ടൈം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് നമുക്ക് ആ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നത് വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. ദി മെത്തേഡ് യൂസ്ഡ് ഇൻ ഷെഡ്യൂളിംഗ് എ പ്രോജക്റ്റ് ഈസ്. താഴെ പറയുന്ന ഏതിനകത്താണ് ഷെഡ്യൂളിംഗ് ഓഫ് പ്രോജക്റ്റിന്റെ മെത്തേഡ്? ഓപ്ഷൻ എ ഷെഡ്യൂൾ ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഡേഴ്സ്, ഓപ്ഷൻ ബി ഔട്ട്ലൈൻ മാസ്റ്റർ പ്രോഗ്രാം, ഓപ്ഷൻ സി പെർട്ട് ആൻഡ് CPM, ഓപ്ഷൻ ഡി ഷെഡ്യൂൾ ഫോർ ലാർജ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വർക്ക്. ഓക്കെ, പ്രോജക്റ്റ് നമ്മൾ സാധാരണ ഷെഡ്യൂൾ ചെയ്യുന്നത് പെർട്ട് ആൻഡ് CPMന്റെ ബേസിസിലാണ്. കാരണം പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും മോസ്റ്റ്ലി നമ്മൾ പ്രോജക്റ്റിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്യുന്നത് പെർട്ടും CPMഉം യൂസ് ചെയ്തിട്ടാണ്. Then 9th question, MRP stands for. Option A Material Requirement Planning, Option B Material Reordering Planning, Option C Material Requisition Procedure, Option D Material Recording Procedure. MRPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. ഓക്കെ, ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാർട്ട് യൂസ്ഡ് ഇൻ ദി പ്രോഗ്രാം കൺട്രോൾ. താഴെ പറയുന്ന ഏത് ചാർട്ടാണ് പ്രോഗ്രാം കൺട്രോളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ മെറ്റീരിയൽ ചാർട്ട്, ഓപ്ഷൻ ബി ഗാനറ്റ് ചാർട്ട്, ഓപ്ഷൻ സി റൂട്ട് ചാർട്ട്, ഓപ്ഷൻ ഡി ഇൻസ്പെക്ഷൻ ചാർട്ട്. ഇങ്ങനെ ചാർട്ടുകൾ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ പഠിച്ചിരിക്കുന്ന ചാർട്ട് ഗാനറ്റ് ചാർട്ടാണ്. സോ ഓപ്ഷൻ ബി ഗാനറ്റ് ചാർട്ടാണ് നമ്മുടെ ആൻസർ. ഇനി 11th വൺ, വെറൈറ്റി റിഡക്ഷൻ ഈസ് ജനറലി നോൺ ആസ്. അതായത് വെറൈറ്റി കുറയ്ക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ലെസ് വെറൈറ്റീസ്, ഓപ്ഷൻ ബി സിംപ്ലിഫിക്കേഷൻ, ഓപ്ഷൻ സി റെഡ്യൂസ്ഡ് വെറൈറ്റീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ആൻസർ സിംപ്ലിഫിക്കേഷൻ ആണ്, ഓപ്ഷൻ ബി ആണ്. വെറൈറ്റി നമ്മൾ കുറയ്ക്കുമ്പോൾ അതിന് പറയുന്ന പേര് സിംപ്ലിഫിക്കേഷൻ എന്നാണ്. ഇനി 12th വൺ, കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ടു ഔട്ട്പുട്ട് ഈസ് നോൺ ആസ്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി, ഓപ്ഷൻ ബി ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ സി മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ്, ഓപ്ഷൻ ഡി പ്രൊഡക്റ്റ്. നമുക്കറിയാലോ നമ്മളൊരു ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെയാണ്. സോ ഓപ്ഷൻ സി മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ആൻസർ. ഇനി 13th വൺ, നമ്പർ ഓഫ് പ്രൊഡക്റ്റ് വെറൈറ്റീസ് ദാറ്റ് ക്യാൻ ബി മാനുഫാക്ചർഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ. അതായത് മാസ് പ്രൊഡക്ഷനിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് വെറൈറ്റീസ് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി ഫ്യൂ വെറൈറ്റീസ് ഇൻ ലാർജ് വോളിയം, ഓപ്ഷൻ ഡി ലാർജ് വെറൈറ്റീസ് ഇൻ സ്മോൾ വോളിയം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഫ്യൂ വെറൈറ്റീസ് ഇൻ ലാർജ് വോളിയം. അതായത് കുറച്ച് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊഡക്ഷനാണ് ഇമ്പോർട്ടൻസ്, പ്രൊഡക്റ്റിനല്ല. ഓക്കെ, കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ വോളിയം എപ്പോഴും ഹൈ ആയിരിക്കും. സോ ഫ്യൂ വെറൈറ്റീസ് ഇൻ ലാർജ് വോളിയം ആണ് ആൻസർ. ദെൻ 14th വൺ, റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് ബിക്കം റിലേറ്റീവ്ലി കോംപ്ലിക്കേറ്റഡ് ഇൻ. റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും താഴെ പറയുന്ന ഏതിലാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ജോബ് പ്രൊഡക്ഷൻ, ഓപ്ഷൻ ബി ബാച്ച് പ്രൊഡക്ഷൻ, ഓപ്ഷൻ സി ഫ്ലോ പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി മാസ് പ്രൊഡക്ഷൻ. ഏതിനകത്താണ് റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്? ബാച്ച് പ്രൊഡക്ഷൻ. കാരണം നമ്മൾ ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ബൾക്കായിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ ഓർഡറിനനുസരിച്ച് ആയിട്ടായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും ഒന്നും ബാച്ച് പ്രൊഡക്ഷനിൽ പോസിബിൾ അല്ല. 15th വൺ നമുക്കറിയാവുന്നതാണ്, JIT സ്റ്റാൻഡ്സ് ഫോർ. JIT സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുക ജസ്റ്റ് ഇൻ ടൈം എന്നാണ്. പക്ഷേ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ ജസ്റ്റ് ഇൻ ടൈം പർച്ചേസ്, ഓപ്ഷൻ ബി ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ, ഓപ്ഷൻ സി ജസ്റ്റ് ഇൻ ടൈം യൂസ് ഓഫ് മെറ്റീരിയൽ, ഓപ്ഷൻ ഡി ജസ്റ്റ് ഇൻ ടൈം ഓർഡർ ദി മെറ്റീരിയൽ.
അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ ആണ്. ഒരിക്കലും ജസ്റ്റ് ഇൻ ടൈം പർച്ചേസ് എഴുതരുത്. കാരണം നമ്മൾ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷന് മുന്നേ നമ്മൾ മെറ്റീരിയൽസ്, അതായത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുക. സോ പ്രൊഡക്ഷന് മുമ്പാണ് നടത്തുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ ആണ് അതിൻ്റെ ഫുൾ ഫോം. ദെൻ 16th വൺ, ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ് ഈസ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രോസസ് പ്ലാനിങ്, ഓപ്ഷൻ ബി ഫാക്ടറി പ്ലാനിങ്, ഓപ്ഷൻ സി ഓപ്പറേഷൻ പ്ലാനിങ്, ഓപ്ഷൻ ഡി ലേഔട്ട് പ്ലാനിങ്. നമ്മുടെ ആൻസർ ഫാക്ടറി പ്ലാനിങ് ആണ്. ആദ്യം ഫാക്ടറി എവിടെയാണെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ട് വേണം നമുക്ക് ബാക്കി പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട്. സോ ഓപ്ഷൻ ബി ഫാക്ടറി പ്ലാനിങ് ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷെഡ്യൂളിംഗ് ഡീൽസ് വിത്ത്. ഷെഡ്യൂളിംഗ് എന്തിനാണ് ഡീൽ ചെയ്യുന്നത്? ഓപ്ഷൻ എ നമ്പർ ഓഫ് ജോബ്സ് ടു ബി ഡൺ ഓൺ എ മെഷീൻ, ഓപ്ഷൻ ബി നമ്പർ ഓഫ് മെഷീൻ ടൂൾസ് യൂസ്ഡ് ടു ഡു എ ജോബ്, ഓപ്ഷൻ സി ഡിഫറെൻറ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്റ്റ്, ഓപ്ഷൻ ഡി ഫിക്സിംഗ് അപ്പ് സ്റ്റാർട്ടിംഗ് ആൻഡ് ഫിനിഷിംഗ് ടൈംസ് ഓഫ് ഈച്ച് ഓപ്പറേഷൻ ഇൻ ഡൂയിങ് എ ജോബ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഓരോ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ആൻഡ് ഫിനിഷിംഗ് ടൈമിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഫിക്സിംഗ് അപ്പ് സ്റ്റാർട്ടിംഗ് ആൻഡ് ഫിനിഷിംഗ് ടൈം ഓഫ് ഈച്ച് ഓപ്പറേഷൻ ഇൻ ഡൂയിങ് എ ജോബ്. ഇനി അടുത്തത് 18th വൺ, എക്സാമ്പിൾ ഓഫ് പ്രൊഡക്ഷൻ ബൈ ഡിസിൻറ്റഗ്രേഷൻ. പ്രൊഡക്ഷൻ ബൈ ഡിസിൻറ്റഗ്രേഷൻ്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ആണ്, ഓപ്ഷൻ ബി ലോക്കോമോട്ടീവ്, ഓപ്ഷൻ സി ക്രൂഡ് ഓയിൽ, ഓപ്ഷൻ ഡി മിനറൽ വാട്ടർ. ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നത് ഓപ്ഷൻ സി ആണ്, ക്രൂഡ് ഓയിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി. ദെൻ 19th വൺ, ഫിക്സിംഗ് ഫ്ലോ ലൈൻസ് ഇൻ പ്രൊഡക്ഷൻ ഈസ് നോൺ ആസ്. അതായത് പ്രൊഡക്ഷനിൽ നമ്മൾ ഫ്ലോ ലൈൻസിനെ ഫിക്സ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഷെഡ്യൂളിംഗ്, ഓപ്ഷൻ ബി ലോഡിങ്, ഓപ്ഷൻ സി പ്ലാനിങ്, ഓപ്ഷൻ ഡി റൂട്ടിങ്. നമ്മുടെ ആൻസർ റൂട്ടിംഗ് ആണ്. റൂട്ടിങ്ങിലാണ് നമ്മൾ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് അവർ ഇൻപുട്ട് ഇട്ട് അത് ഏതൊക്കെ പ്രോസസ്സിലൂടെ പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫ്ലോ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓപ്ഷൻ ഡി റൂട്ടിങ്ങിലാണ്. ദെൻ 20th വൺ, ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. അതായത് കണ്ടിന്യൂസ് പ്രൊഡക്ഷനിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കണ്ടിന്യൂസ് പ്രൊഡക്ഷനിൽ എന്തോരമാണ് ഉണ്ടാവുക എന്നാണ്. ഓപ്ഷൻ എ ഹയസ്റ്റ് കമ്പയർഡ് ടു അതർ സിസ്റ്റം, ഓപ്ഷൻ ബി ലോവർ ദാൻ അതർ സിസ്റ്റം, ഓപ്ഷൻ സി നെഗ്ലിജിബിൾ, ഓപ്ഷൻ ഡി കനോട്ട് സേ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ലോവർ ദാൻ അതർ സിസ്റ്റം. മറ്റ് സിസ്റ്റത്തിനെ വെച്ച് എന്തോരും കുറവായിരിക്കും എന്ത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. ദെൻ 21th വൺ, ടോട്ടൽ സ്റ്റേഷൻ ടൈം ഡിവൈഡഡ് ബൈ സൈക്കിൾ ടൈം ഇൻറ്റു നമ്പർ ഓഫ് വർക്ക് സ്റ്റേഷൻ ഇൻറ്റു 100 ഈസ് നോൺ ആസ്. നമ്മളിത് പഠിച്ചിരിക്കുന്നത് എപ്പോഴും ഓർക്കുക ലൈൻ എഫിഷ്യൻസിയിലാണ്. നമ്മൾ എഫിഷ്യൻസിയിലാണ് ഈ സംഭവം പഠിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ലൈൻ എഫിഷ്യൻസി, ഓപ്ഷൻ ബി ലൈൻ സ്മൂത്ത്നെസ്, ഓപ്ഷൻ സി ബാലൻസ് ഡിലേ ഓഫ് ലൈൻ, ഓപ്ഷൻ ഡി സ്റ്റേഷൻ എഫിഷ്യൻസി. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ലൈൻ എഫിഷ്യൻസി. ദെൻ 22nd, ടെമ്പറിംഗ് ഈസ് എ പ്രോസസ് ഓഫ്. ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഓപ്ഷൻ എ ജോയിനിങ്, ഓപ്ഷൻ ബി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, ഓപ്ഷൻ സി സർഫസ് ട്രീറ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി ഫോമിങ്. നമ്മുടെ ആൻസർ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ടെമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ചൂടാവുക എന്നാണല്ലോ. സോ അങ്ങനെ ഓർത്ത് വയ്ക്കുക, ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ ആൻസർ. ദെൻ 23rd വൺ, ഫോർ പ്രൊഡക്ഷൻ പ്ലാനിങ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് എ ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഫുൾ. ഓപ്ഷൻ ബി മീഡിയം ടേം ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഫുൾ, ഓപ്ഷൻ സി ലോങ് ടേം ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഫുൾ, ഓപ്ഷൻ ഡി ഫോർകാസ്റ്റിംഗ് ഈസ് നോട്ട് യൂസ്ഫുൾ. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ താഴെ പറയുന്ന ഏത് കാര്യമാണ് യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, അതായത് ഷോർട്ട് ടൈം ഫോർകാസ്റ്റിംഗ് ആണ് എപ്പോഴും പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം ഡിമാൻഡൊക്കെ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടണോ വേണ്ടിയോ എന്നൊക്കെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് തീരുമാനിക്കാനാണ് സാധിക്കുകയുള്ളൂ. സോ എപ്പോഴും ഷോർട്ട് ടൈം ഫോർകാസ്റ്റിംഗ് ആയിരിക്കും നല്ലത്. ഇനി നെക്സ്റ്റ് 24th വൺ, ഷെഡ്യൂളിംഗ് ഷോസ്. ഷെഡ്യൂളിംഗ് ഷോസ് ഓപ്ഷൻ എ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഓപ്ഷൻ ബി ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ്, ഓപ്ഷൻ സി വിച്ച് റിസോഴ്സ് ഷുഡ് ഡു വിച്ച് ജോബ് ആൻഡ് വെൻ, ഓപ്ഷൻ ഡി ദ ഫ്ലോ ലൈൻ ഓഫ് മെറ്റീരിയൽ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, വിച്ച് റിസോഴ്സ് ഷുഡ് ഡു വിച്ച് ജോബ് ആൻഡ് വെൻ. ഏത് റിസോഴ്സസ് ഏത് ജോബിനെ എപ്പോൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഷെഡ്യൂളിങ്ങിലൂടെയാണ്. ദെൻ 25th വൺ, ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ്. ലീനിയർ പ്രോഗ്രാം എന്ന് പറയുന്ന ടെക്നിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്രൊഡക്ഷൻ പ്രോഗ്രാം, ഓപ്ഷൻ ബി പ്ലാന്റ് ലേ ഔട്ട്, ഓപ്ഷൻ സി പ്രൊഡക്റ്റ് മിക്സ്, ഓപ്ഷൻ ഡി മാനുഫാക്ചറിങ് സീക്വൻസ്. ഓപ്ഷൻ
ബി ആണ് ആൻസർ, ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രൊഡക്റ്റ് മിക്സ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ലീനിയർ പ്രോഗ്രാമിൻ്റെ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് എ എന്ന് പറയുന്ന മെറ്റീരിയൽ ചിലപ്പോൾ PQRന് വേണമായിരിക്കും. സോ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ മിക്സിനെയാണ് നമ്മളവിടെ കാണുന്നത്. സോ പ്രൊഡക്റ്റ് മിക്സ് ആണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ വരുന്നത്. ദെൻ 26th വൺ, ദി ഇഫക്റ്റീവ് കപ്പാസിറ്റി ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. താഴെ പറയുന്ന ഏത് ഫാക്ടേഴ്സിലാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാത്തത്? ഓപ്ഷൻ എ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, ഓപ്ഷൻ ബി പ്ലാന്റ് ആൻഡ് ലേബർ എഫിഷ്യൻസി, ഓപ്ഷൻ സി സബ് കോൺട്രാക്ടിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ താഴെ പറയുന്ന ഏത് ഫാക്ടറാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യും, പ്ലാന്റ് ആൻഡ് ലേബർ എഫിഷ്യൻസി ഇൻഫ്ലുവൻസ് ചെയ്യും, സബ് കോൺട്രാക്ടിങ് എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ദെൻ 27th വൺ, കീ ആസ്പെക്ട്സ് ഇൻ പ്രോസസ് സ്ട്രാറ്റജി ഡസ് നോട്ട് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്ന ഏതാണ് പ്രോസസ് സ്ട്രാറ്റജിയുടെ കീ ആസ്പെക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഓപ്ഷൻ എ മേക്ക് ഓർ ബൈ ഡിസിഷൻ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റി, ഓപ്ഷൻ സി പ്രോസസ് ഫ്ലെക്സിബിലിറ്റി, ഓപ്ഷൻ ഡി പാക്കേജിങ്. ഓക്കെ, പ്രോസസ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഒരിക്കലും പാക്കേജിങ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ 28th വൺ നോക്കാം. The example of worker involvement as a recent trend in production or operation management is. പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ വർക്കർ ഇൻവോൾവ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ SCM, ഓപ്ഷൻ ബി ജസ്റ്റ് ഇൻ ടൈം, ഓപ്ഷൻ സി ക്വാളിറ്റി സർക്കിൾ, ഓപ്ഷൻ ഡി MRP. എപ്പോഴും നമ്മളെ വർക്കേഴ്സിനെ കൂടുതലും അസസ് ചെയ്യുന്നത് ക്വാളിറ്റിയിലായിരിക്കും. സോ ഓപ്ഷൻ സി ക്വാളിറ്റി സർക്കിളിലാണ് വരുന്നത്. ബാക്കിയെല്ലാം മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ 29th വൺ, the production planning in the intermediate range of time is termed as. അതായത് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഓഫ് ടൈമിൽ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ പറയുന്ന പേരാണ്. ഓപ്ഷൻ എ പ്രൊഡക്ഷൻ പ്ലാനിങ്, ഓപ്ഷൻ ബി ലോങ് റേഞ്ച് പ്രൊഡക്ഷൻ പ്ലാനിങ്, ഓപ്ഷൻ സി ഷെഡ്യൂളിംഗ്, ഓപ്ഷൻ ഡി അഗ്രിഗേറ്റ് പ്ലാനിങ്. നമ്മുടെ ആൻസർ അഗ്രിഗേറ്റ് പ്ലാനിങ് ആണ്. ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഓഫ് ടൈമിൽ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് പറയുന്ന പേര് അഗ്രിഗേറ്റ് പ്ലാനിങ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ 30th വൺ, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഈസ് യൂസ്ഫുൾ ഇൻ റെഡ്യൂസിങ്. അതായത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് കുറയ്ക്കാനായിട്ട് എന്ത് കാര്യമാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ഇൻസ്പെക്ഷൻ കോസ്റ്റ്, അതായത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നടത്തുന്നതോടുകൂടി എന്ത് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും? ഓപ്ഷൻ എ ഇൻസ്പെക്ഷൻ കോസ്റ്റ്, ഓപ്ഷൻ ബി കോസ്റ്റ് ഓഫ് പ്രീമെച്വർ റീപ്ലേസ്മെൻറ്റ്, ഓപ്ഷൻ സി ഷട്ട് ഡൗൺ കോസ്റ്റ്, ഓപ്ഷൻ ഡി സെറ്റപ്പ് കോസ്റ്റ് ഓഫ് മെഷീൻ. നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത് ഷട്ട് ഡൗൺ കോസ്റ്റ് ആണ്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. പെട്ടെന്നൊരു കണ്ടിജൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അതിനെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നടത്തി ആ ഒരു മെഷീൻ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. സോ ആ ഷട്ട് ഡൗൺ കോസ്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ 31, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റാൻഡേർഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റി അഷുറൻസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ. പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റലേഷനിൽ താഴെ പറയുന്ന ഏത് ISO സ്റ്റാൻഡേർഡാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ISO 9001, ഓപ്ഷൻ ബി ISO 9002, ഓപ്ഷൻ സി ISO 9003, ഓപ്ഷൻ ഡി ISO 9004. 9002 ISO 9002, അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അതാണ് ക്വാളിറ്റി അഷുറൻസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ്റെ ISO മാർക്ക്. ദെൻ 32nd വൺ, നമ്പർ ഓഫ് പ്രൊഡക്റ്റ് വെറൈറ്റീസ് ദാറ്റ് ക്യാൻ ബി മാനുഫാക്ചർഡ് ഇൻ ജോബ് പ്രൊഡക്ഷൻ. ജോബ് പ്രൊഡക്ഷനിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് വെറൈറ്റീസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് സാധിക്കും? ജോബ് പ്രൊഡക്ഷനാണ്, വേർഡ് ശ്രദ്ധിക്കണം. സോ ഓപ്ഷൻ എ ലിമിറ്റഡ് ടു 1 or 2, 1 or 2 ലിമിറ്റഡ് ആണ്. ദെൻ ലാർജ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്, അതാണ് ഓപ്ഷൻ ബി ലാർജ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. ദെൻ ഓപ്ഷൻ സി 1 only, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ജോബ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ലാർജ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ജോബ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ലാർജ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ആൻസർ. ദെൻ ഇൻ ജനറൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് വെറൈറ്റീസ് ദാറ്റ് ക്യാൻ ബി മാനുഫാക്ചർഡ് ഇൻ ഫ്ലോ പ്രൊഡക്ഷൻ ഈസ്. അതായത് ഫ്ലോ പ്രൊഡക്ഷനിൽ എത്ര നമ്പർ ഓഫ് പ്രൊഡക്റ്റ് വെറൈറ്റീസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 10 to 20 വെറൈറ്റീസ്, ഓപ്ഷൻ സി ലാർജ് വെറൈറ്റീസ്, ഓപ്ഷൻ ഡി 5 only. അതായത് ഫ്ലോ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്ലോയിലൂടെ, ഒരു പർട്ടിക്കുലർ ഫ്ലോയിലൂടെ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് അല്ലേ മൂവ് ചെയ്യത്തുള്ളൂ. സോ ഓപ്ഷൻ എ 1 only ആണ് ആൻസർ. ദെൻ 34th വൺ, ജനറലി ദി സൈസ് ഓഫ് ദി ഓർഡർ ഫോർ പ്രൊഡക്ഷൻ ഇൻ ജോബ് പ്രൊഡക്ഷൻ. ഓക്കെ, ജോബ് പ്രൊഡക്ഷനിലെ എന്താണ് സൈസ് ഓഫ് ദി ഓർഡർ ഫോർ പ്രൊഡക്ഷൻ ഇൻ ജോബ് പ്രൊഡക്ഷൻ. ജോബ് പ്രൊഡക്ഷനിലെ ഓർഡർ ഫോർ പ്രൊഡക്ഷൻ എന്തോരം സൈസ് ആയിട്ടാണെന്നാണ്.
ഓപ്ഷൻ എ സ്മോൾ, ഓപ്ഷൻ ബി ലാർജ്, ഓപ്ഷൻ സി മീഡിയം, ഓപ്ഷൻ ഡി വെരി ലാർജ്. നമ്മുടെ ആൻസർ സ്മോൾ ആണ്. അതായത് സ്മോൾ സൈസ് ഓഫ് ഓർഡർ ആണ് നമുക്ക് ജോബ് പ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് വൺ 35th ആണ്. ജനറലി ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ദി പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ടു. കണ്ടിന്യൂസ് പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നതാണ്. ഓപ്ഷൻ എ കസ്റ്റമേഴ്സ് ഓർഡർ, ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓർഡർ ഉള്ളി, ഓപ്ഷൻ സി ഫോർ സ്റ്റോക്ക് ആൻഡ് സപ്ലൈ, ഓപ്ഷൻ ഡി ഫ്യൂ റിച്ച് കസ്റ്റമേഴ്സ്. ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഫോർ സ്റ്റോക്ക് ആൻഡ് സപ്ലൈ, നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് കണ്ടിന്യൂസ് പ്രൊഡക്ഷനാണ് നടക്കുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ദെൻ 36th വൺ, ഇൻവെൻട്രി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ കാണും, ഇത് എവിടെയെങ്കിലും ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും അതായത് ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷനിൽ ഇൻവെൻട്രി കോസ്റ്റ് പെർ യൂണിറ്റ് ഓപ്ഷൻ എ ഹയർ, ഓപ്ഷൻ ബി ലോവസ്റ്റ്, ഓപ്ഷൻ സി മീഡിയം, ഓപ്ഷൻ ഡി അബ്നോർമൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹയർ ആയിരിക്കും. ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷനിൽ ഇൻവെൻട്രി കോസ്റ്റ് പെർ പ്രൊഡക്റ്റ് എപ്പോഴും ഹൈ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ, ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ. പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഓപ്ഷൻ എ പ്രൊഡക്റ്റ് ഡിസൈൻ, ഓപ്ഷൻ ബി പ്രൊഡക്ഷൻ പ്ലാനിങ്, ഓപ്ഷൻ സി റൂട്ടിങ്, ഓപ്ഷൻ ഡി മാർക്കറ്റ് റിസർച്ച്. നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ടാണല്ലോ പ്രൊഡക്ഷൻ എത്രത്തോളം നടത്തണം, എങ്ങനത്തെ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ മാർക്കറ്റ് റിസർച്ച് ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ 38th വൺ, പ്രിഫേർഡ് നമ്പർ ആർ യൂസ്ഡ് ടു. പ്രിഫേർഡ് നമ്പേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ടു ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് വെറൈറ്റീസ് ദാറ്റ് ആർ ടു ബി മാനുഫാക്ചേർഡ്, ഓപ്ഷൻ ബി ടു ടെസ്റ്റ് ദി ഡിസൈൻ ഓഫ് ദി പ്രൊഡക്റ്റ്, ഓപ്ഷൻ സി ടു അസർട്ടൈൻ ദി ക്വാളിറ്റി ലെവൽസ് ഓഫ് ദി പ്രൊഡക്റ്റ്, ഓപ്ഷൻ ഡി ടു ഇവാലുവേറ്റ് ദി പ്രൊഡക്ഷൻ കോസ്റ്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ടു ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് വെറൈറ്റീസ് ദാറ്റ് ആർ ടു ബി മാനുഫാക്ചേർഡ്. എത്ര നമ്പർ ഓഫ് വെറൈറ്റീസ് മാനുഫാക്ചർ ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് പ്രിഫേർഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. Then option 39th one, the act of assessing the future and make provision for it is known as. ഓക്കെ, അത് നമുക്കറിയാവുന്നതായിരിക്കും. നമ്മൾ ഫ്യൂച്ചറിനെ അസസ് ചെയ്യും, അതിനുവേണ്ടി പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് പറയുന്ന പേര്. ഓപ്ഷൻ എ പ്ലാനിങ്, ഓപ്ഷൻ ബി ഫോർകാസ്റ്റിംഗ്, ഓപ്ഷൻ സി അസസ്മെൻറ്റ്, ഓപ്ഷൻ ഡി ഷെഡ്യൂളിങ്. ആൻസർ ഓപ്ഷൻ ബി ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് ദി ഫ്യൂച്ചർ ആണ്. ഓക്കെ. ദെൻ 40th വൺ, ഫോർ എ മാർക്കറ്റിംഗ് മാനേജർ ദി സെയിൽസ് ഫോർകാസ്റ്റ് ഈസ്. ഒരു മാർക്കറ്റിംഗ് മാനേജറിന് എന്താണ് സെയിൽസ് ഫോർകാസ്റ്റ്. ഓപ്ഷൻ എ എസ്റ്റിമേറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് യൂണിറ്റ് സെയിൽസ് ഓർ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ പീരീഡ്, ഓപ്ഷൻ ബി അറേഞ്ചിങ് ദി സെയിൽസ് മെൻ ടു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് മാർക്കറ്റ്, ഓപ്ഷൻ സി ടു ഡിസ്ട്രിബ്യൂട്ട് ദി ഗുഡ്സ് ത്രൂ ട്രാൻസ്പോർട്ട് ടു സാറ്റിസ്ഫൈ ദി മാർക്കറ്റ് ഡിമാൻഡ്, ഓപ്ഷൻ ഡി ടു പ്ലാൻ ദി സെയിൽസ് മെത്തേഡ്. ഒരു മാർക്കറ്റിംഗ് മാനേജറിന് എപ്പോഴും എന്തായിരിക്കും, അതായത് എത്രത്തോളം യൂണിറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ പീരീഡിൽ എത്രത്തോളം സെയിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നതായിരിക്കും ഒരു മാർക്കറ്റിംഗ് മാനേജറിനെ സംബന്ധിച്ചൊരു സെയിൽസ് ഫോർകാസ്റ്റ്. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ, എസ്റ്റിമേറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് യൂണിറ്റ് സെയിൽ ഓർ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ പീരീഡ്. ദെൻ നെക്സ്റ്റ് 41th വൺ നോക്കാം. ദി ടൈം ഹൊറിസോൺ സെലക്റ്റഡ് ഫോർ ഫോർകാസ്റ്റിംഗ് ഡിപ്പെൻഡ്സ് ഓൺ. അതായത് ഫോർകാസ്റ്റിംഗിൽ ടൈം സോൺസ് എത്ര ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണെന്നാണ്. ഓപ്ഷൻ എ ദി sellability ഓഫ് ദി പ്രൊഡക്റ്റ്, ഓപ്ഷൻ ബി ദ സെല്ലിംഗ് കപ്പാസിറ്റി ഓഫ് സെയിൽസ്മെൻ, ഓപ്ഷൻ സി പർപ്പസ് ഫോർ വിച്ച് ഫോർകാസ്റ്റ് ഈസ് മെയ്ഡ്, ഓപ്ഷൻ ഡി ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ സൈക്കിൾ. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, പർപ്പസ് ഫോർ വിച്ച് ഫോർകാസ്റ്റ് ഈസ് മെയ്ഡ്. ഫോർകാസ്റ്റ് നമ്മൾ നടത്താനുള്ളതിൻ്റെ പർപ്പസിനെയാണ്, അവിടെയാണ് നമ്മൾ ടൈം ഹൊറിസോൺ സെലക്ട് ചെയ്യുന്നത്. ദെൻ 42nd പറയുന്നത്, ഇൻ ജനറൽ മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് പീരീഡ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി. അതായത് മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് എന്തിൻ്റെയൊക്കെ ബിറ്റ്വീൻ ആയിരിക്കും എന്നാണ്. ഓപ്ഷൻ എ 5 to 10 year, ഓപ്ഷൻ ബി 2 to 3 year, ഓപ്ഷൻ സി 3 to 6 months, ഓപ്ഷൻ ഡി 10 to 20 years. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 3 to 6 monthsലേക്കാണ് നമ്മൾ മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. ദെൻ the range for long range forecasting period may be approximately. long range forecasting നോക്കാം. ഓപ്ഷൻ എ 1 to 2 week, ഓപ്ഷൻ ബി 2 to 3 month, ഓപ്ഷൻ സി 1 year, ഓപ്ഷൻ ഡി എബോവ് 5 year. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എബോവ് 5 yearലേക്കാണ് ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്.
ദെൻ 44 നോക്കാം. ടു പ്ലാൻ ഫോർ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ്. ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റിന് പ്ലാൻ ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഡ്, ഓപ്ഷൻ ബി ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഡ്, ഓപ്ഷൻ സി മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഡ്, ഓപ്ഷൻ ഡി ദർ ഈസ് നോ നീഡ് ടു യൂസ് ഫോർകാസ്റ്റിംഗ് ആസ് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഡ്. അതായത് കമ്പനിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ആദ്യമേ നമ്മൾ എത്രത്തോളം മാൻ പവർ വേണമെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യും. അതൊരിക്കലും ഷോർട്ട് ടേമിലേക്ക് വേണ്ടി ആയിരിക്കില്ല. കാരണം ഒരു ജോലിക്കാരൻ പകുതി സമയം വന്ന് പണിയെടുത്തു, എൻ്റെ വേറെ നല്ല ഓഫർ കിട്ടി പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് അത്ര എഫിഷ്യൻസി കുറയുകയാണ്. അതുകൊണ്ട് ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് ആയിരിക്കും മാൻ പവർ റിക്വയർമെൻറ്റിൽ നമ്മൾ എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ. താഴെ പറയുന്ന എപ്പോഴാണ് ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്ലാൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ബി ടു ഷെഡ്യൂൾ ജോബ് ഇൻ ജോബ് പ്രൊഡക്ഷൻ, ഓപ്ഷൻ സി ഇൻ പർച്ചേസിംഗ് ദി മെറ്റീരിയൽ ടു മീറ്റ് ദി പ്രസന്റ് പ്രൊഡക്ഷൻ ഡിമാൻഡ്, ഓപ്ഷൻ ഡി ടു അസിസ്റ്റ് മാൻ പവർ റിക്വയർഡ് ഇൻ ദി കമ്മിങ് മന്ത്. ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത് പുതിയ റിസർച്ചോ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണ് ലോങ് റേഞ്ച് എടുക്കുന്നത്. സോ ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് യൂസ്ഫുൾ ആവുന്നത് ഓപ്ഷൻ എ ആണ്, പ്ലാൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ 46th വൺ, മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഫുൾ ഇൻ. മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്? ഓപ്ഷൻ എ ടു അസസ് ദി ലോഡിംഗ് കപ്പാസിറ്റി ഓഫ് ദി മെഷീൻ, ഓപ്ഷൻ ബി ടു പർച്ചേസ് എ മെറ്റീരിയൽ ഫോർ നെക്സ്റ്റ് മന്ത്, ഓപ്ഷൻ സി ടു പ്ലാൻ ഫോർ കപ്പാസിറ്റി റിക്വയർമെൻറ്റ്, ഓപ്ഷൻ ഡി ടു ഡിസൈഡ് വെദർ ടു റിസീവ് പ്രൊഡക്ഷൻ ഓർഡേഴ്സ് ഓർ നോട്ട്. നമ്മുടെ ആൻസർ സി ആണ്, ടു പ്ലാൻ ഫോർ കപ്പാസിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. കപ്പാസിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ടു ഡിസൈഡ് വർക്ക് ലോഡ് ഫോർ മെൻ ആൻഡ് മെഷീൻ. മെൻ ആൻഡ് മെഷീൻ്റെ വർക്ക് ലോഡ് ഡിസൈഡ് ചെയ്യുന്നതിനെ നമ്മൾ ഏത് ഫോർകാസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓപ്ഷൻ എ മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ്, ഓപ്ഷൻ ബി ഷോർട്ട് ടൈം ഫോർകാസ്റ്റിംഗ്, ഓപ്ഷൻ സി ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ്, ഓപ്ഷൻ ഡി എ കോമ്പിനേഷൻ ഓഫ് ലോങ് റേഞ്ച് ആൻഡ് മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഡ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷോർട്ട് ടൈം ഫോർകാസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ വർക്ക് ലോഡ് ഫോർ മെൻ ആൻഡ് മെഷീൻ. കാരണം മെന്ന് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് നമുക്കറിയില്ല, കുറച്ച് കഴിയുമ്പോൾ മെന്നിന് എന്തെങ്കിലും ഇത് പറ്റുമെന്ന് നമുക്കറിയില്ല. സോ ഒരിക്കലും ലോങ് ടേമിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല, ഷോർട്ട് ടൈം ഫോർകാസ്റ്റിംഗ് ആയിരിക്കും. ഇനി 48th വൺ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഫോർകാസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഈസ്. അതായത് ഫോർകാസ്റ്റിംഗ് പ്രൊഡക്ഷനിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഓപ്ഷൻ എ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, ഓപ്ഷൻ ബി അവൈലബിൾ കപ്പാസിറ്റി മെഷീൻസ്, ഓപ്ഷൻ സി ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഓപ്ഷൻ ഡി ചേഞ്ച് ഇൻ ദി പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, അവൈലബിൾ കപ്പാസിറ്റി ഓഫ് മെഷീൻ. അവൈലബിൾ കപ്പാസിറ്റി ഓഫ് മെഷീനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് പ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് പറയുന്നത്. ദെൻ 49th വൺ, ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ഓർ പ്രോസസ് ടു റോ മെറ്റീരിയൽ ടു ആഡ് യൂസ് വാല്യൂ ഈസ് നോൺ ആസ്. അതായത് റോ മെറ്റീരിയലിലേക്ക് അതിൻ്റെ വാല്യൂ കൂട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനോ ടെക്നോളജിയോ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പ്രൊഡക്റ്റ്, ഓപ്ഷൻ ബി പ്രൊഡക്ഷൻ, ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി, ഓപ്ഷൻ ഡി കോമ്പിനേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് പ്രോസസ്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൊഡക്ഷനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ഓർ പ്രോസസ് ടു ദി റോ മെറ്റീരിയൽ ടു ആഡ് വാല്യൂവിനെ ആഡ് ചെയ്യാനായിട്ട് പറയുന്നത് ഓപ്ഷൻ ബി പ്രൊഡക്ഷനാണ്. ദെൻ 50th വൺ, in production by disintegration the materials undergoes. അതായത് പ്രൊഡക്ഷൻ ബൈ ഡിസിൻറ്റഗ്രേഷനിൽ മെറ്റീരിയൽ പോകുന്നത് ഓപ്ഷൻ എ ചേഞ്ച് ഇൻ ഇക്കണോമിക് വാല്യൂ ഉള്ളി, ഓപ്ഷൻ ബി ചേഞ്ച് ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഓപ്ഷൻ സി ചേഞ്ച് ഇൻ ടെക്നോളജി ഉള്ളി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ചേഞ്ച് ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് പ്രൊഡക്ഷൻ ബൈ ഡിസിൻറ്റഗ്രേഷനിൽ മെറ്റീരിയലിന് പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 50 MCQലെ ബിറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഹോപ്പ് യു എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.